കാലത്ത് മലബാറിലെ ഏറ്റായ മുസ്ലിങ്ങളായിരുന്നു കെയിമാർ. രാജകീയ പ്രൗഢിയോടെയാണ് അവർ അന്ന് ജീവിച്ചു പോന്നത്. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ പ്രബലമായ വ്യാപാര കുടുംബമായി അവർ വളർന്നു. ഇത്തരം വ്യാപാര കുടുംബങ്ങളാണ് യൂറോപ്പിലും മറ്റും ബഹുരാഷ്ട്ര കമ്പനികളായി മാറിയത്. പക്ഷേ മലബാറിലെ കെയിമാർക്ക് അത് സാധിച്ചില്ല. വലിയ ഭൂവുടമകൾ കൂടിയായിരുന്ന കെയിമാർക്ക് പഴയ പ്രതാപം ഇന്നില്ലെങ്കിലും അവർ തങ്ങളുടെ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നു. കെയിമാരുടെ കഥ മലബാറിൻ്റെ വാണിജ്യ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു അധ്യായമാണ്. കണ്ണൂരിലെ ചൊവ്വയിൽ നിന്ന് തലശ്ശേരിയിലെത്തിയ ആലുപ്പി കാക്ക എന്ന മലഞ്ചരക്ക് വ്യാപാരിയാണ് കെയി കുടുംബത്തിന്റെ സ്ഥാപകൻ. കാക്ക എന്ന ഗുജറാത്തി പദത്തിനർത്ഥം കാരണവർ എന്നാണ്. അക്കാലത്ത് തലശ്ശേരിയിൽ എത്തിയിരുന്ന ഗുജറാത്തികൾ മുസ്ലിം കാരണവന്മാരെ കാക്ക എന്നാണ് ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നത്. ഈ പ്രയോഗം മലബാറിൽ ഇന്നും വ്യാപകമായുണ്ട്. കെയി എന്ന പേര് പിൽക്കാലത്ത് കിട്ടിയതാണ്. കെയി എന്ന പാർസി പദത്തിന്റെ അർത്ഥം കപ്പലിന്റെ ഉടമസ്ഥൻ എന്നാണ്. ആലുപ്പി കാക്കയുടെ പരമ്പരയിൽപ്പെട്ട കുഞ്ഞിപ്പക്കി എന്ന കാരണവർ സ്വന്തമായി കപ്പലുകൾ വാങ്ങിയതോടെയാണ് കെയി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. തലശ്ശേരി കടപ്പുറത്ത് കാണുന്ന ഈ പഴഞ്ചൻ കെട്ടിടങ്ങൾ കെയിമാരുടെ പ്രതാപകാലത്ത് അവർ നിർമ്മിച്ച പാണ്ഡികശാലകളാണ്. ആദ്യമൊക്കെ കെയി കുടുംബങ്ങൾ താമസിച്ചത് ഈ പാണ്ഡികശാലകളുടെ മുകളിലത്തെ നിലയിലായിരുന്നു. 300 വർഷം മുമ്പ് വ്യാപാരാവശ്യാർത്ഥം തലശ്ശേരിയിൽ വന്ന് ആലുപ്പി കാക്ക എന്ന് പറയുന്ന ഒരാളെ വന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ 2 സഹോദരിമാർ വന്നു. കടപ്പുറത്ത് പാണ്ഡികശാല കെട്ടി ബിസിനസ് ആരംഭിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇവിടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് കൂടുതൽ വ്യാപാരം വന്ന് മലഞ്ചരക്കും പെപ്പറും മറ്റുള്ള പെപ്പർ പോലുള്ള മലഞ്ചരക്കും വിപണി കണ്ടെത്താൻ വേണ്ടിയാണ് ചൊവ്വയിൽ നിന്ന്, കണ്ണൂരിനടുത്തുള്ള ചൊവ്വയിൽ നിന്ന് ഇവിടെ വന്ന്, പ്രത്യേകിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതും കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നുള്ള ആ വ്യാപാര സൗകര്യം നോക്കി തലശ്ശേരിയിൽ വന്ന് ഒരു തലശ്ശേരിയിൽ അച്ചാരത്തി ഫാമിലിയിൽ കല്യാണം കഴിച്ചു. അക്കാലത്തെ ചില പ്രമാണിമാർ ഇവരെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ സമ്മതിച്ചിരുന്നില്ല. അതിനാൽ ആലുപ്പി കാക്ക സ്വന്തമായൊരു പള്ളി പണിതു. അതാണ് തലശ്ശേരി കടപ്പുറത്തോട് ചേർന്നുള്ള താഴത്തിൽ പള്ളി. ഇവിടെയാണ് ആലുപ്പി കാക്കയെയും ഭാര്യയെയും സഹോദരിമാരെയും ഖബറടക്കിയത്. പള്ളിമുറ്റത്തെ ചെറിയ കെട്ടിടത്തിൽ ആ ഖബറുകൾ കാണാം. ഭാര്യയുടെ ഖബറിടമാണ്. മറ്റ് 2 സഹോദരിമാരാണ്. 2 സഹോദരിമാർ പിന്നീട് 2 താവഴിയായി പിരിഞ്ഞു. ആലുപ്പി കാക്കയ്ക്ക് ബ്രിട്ടീഷുകാരുമായി ഉണ്ടായിരുന്ന നല്ല ബന്ധം അദ്ദേഹത്തിന്റെ വ്യാപാരത്തെ പോഷിപ്പിച്ചു. കച്ചവടത്തിനുള്ള പണം പോലും ബ്രിട്ടീഷുകാർ മുൻകൂറായി കൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷം മൂത്ത മരുമകൻ മൂസക്കാക്ക വ്യാപാരം ഏറ്റെടുത്തു. മൂസയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൂസ ഒരു കച്ചവടക്കാരൻ എന്നതിലുപരി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യം വരുമ്പോൾ പണം കടം കൊടുക്കുകയും അതുപോലെ തന്നെ മലബാറിലെ നാട്ടുരാജാക്കന്മാർക്കിടയിൽ രാഷ്ട്രീയ ബന്ധങ്ങളും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ സമ്പന്നമാക്കുന്നതിൽ വലിയ പ്രാധാന്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. തലശ്ശേരിയിലെ പ്രസിദ്ധമായ ഓടത്തിൽ പള്ളി നിർമ്മിച്ചത് മൂസക്കാക്കയാണ്. 216 വർഷം പഴക്കമുള്ള പള്ളി ഇന്നും പഴയ പ്രതാപത്തോടെ നിൽക്കുന്നു. അന്ന് ഒരു കരിമ്പിൻ തോട്ടമായിരുന്ന ഈ സ്ഥലം പള്ളി പണിയാൻ വേണ്ടി മൂസക്കാക്ക ഡച്ചുകാരിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയതാണ്. ചെമ്പുതകിട് കൊണ്ടാണ് മേൽപ്പുര. തേക്കുമരത്തിൽ പാകപ്പെടുത്തിയ തൂണുകളും വാതിലുകളും മേൽത്തട്ടും. പള്ളിയിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പക്ഷേ ഖബറിടം കെയി കുടുംബങ്ങൾക്ക് മാത്രമുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന CKP ചെറിയ മമ്മൂക്കയുടെ ഖബറിടം ഇവിടെയാണ്. ഓടത്തിൽ പള്ളിയുടെ സ്ഥാപകനായ മൂസക്കാക്കയുടെ മഖബറയും ഇവിടെയാണ്. ഇവിടെ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ ഖബറിടവും ഉണ്ട്. 2ാമത്തെ ഭാര്യയുടെ ഖബറിടം പള്ളി നവീകരിച്ചപ്പോൾ പൊളിച്ചു മാറ്റിയതാണ്. മൂസക്കാക്കയുടെ മരുമകൻ വലിയ കുഞ്ഞിപ്പക്കി കെയി നിർമ്മിച്ചതാണ് മുഖദാർ പള്ളി. കടൽക്ഷോഭത്തിൽപ്പെട്ട് കാണാതായ കപ്പൽ തിരിച്ചു കിട്ടിയതിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് ഈ പള്ളി. കെയി കുടുംബങ്ങൾ നിർമ്മിച്ച പള്ളികളും വീടുകളും പാണ്ഡികശാലകളുമെല്ലാം അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉയർന്ന പദവിയുടെ അടയാളങ്ങളാണ്. ഇവയുടെ വാസ്തുശില്പ രീതി പ്രധാനമായും പേർഷ്യൻ പാരമ്പര്യത്തിലുള്ളതാണ്. തറവാടുകൾ പാണ്ഡികശാലകളുടെ പരിഷ്കരിച്ച ഘടനയാണെന്ന് തോന്നും. ഇത് പഴയ പറമ്പത്ത് തറവാടാണ്. 250 വർഷമെങ്കിലും പഴക്കമുണ്ട്. ആലുപ്പി കാക്ക അദ്ദേഹത്തിന്റെ ഒരു സഹോദരിക്ക് വേണ്ടി പണിതതാണ് ഈ വീട്. ഇത് ചൊവ്വക്കാരൻ ഓർക്കാട്ടേരി താഴത്ത് എന്ന തറവാട്. ചൊവ്വക്കാരൻ മൂസക്കാക്ക പണിത വീട്.
ഇപ്പോൾ പുതിയ തലമുറയിലെ ഏതാനും പേർ ഇവിടെയുണ്ട്. സ്വത്തെല്ലാം ഭാഗം വെച്ചു തുടങ്ങി. അധികം വൈകാതെ ഈ കെട്ടിടവും ഇല്ലാതാവും. വ്യാപാര മേഖലയിൽ ബ്രിട്ടീഷുകാരുമായി സഹകരിച്ച് വളർന്നു വന്ന കേയിമാർ മതവിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ യാഥാസ്ഥിതികരായിരുന്നു. ആധുനിക വിദ്യാഭ്യാസത്തിലും പരിഷ്കാരങ്ങളിലും അവർ ബ്രിട്ടീഷ് രീതി പിന്തുടർന്നില്ല. സ്ത്രീകളെ പൊതുകാര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തി. അവരുടെ ലോകം അടുക്കളയും അകത്തളങ്ങളും മാത്രമായിരുന്നു. അതിഥികളെ ആത്മാർത്ഥതയോടെ സൽക്കരിക്കുന്നവരാണ് കേയിമാർ. അത് അവരുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അവരുടേത് മാത്രമായ വിഭവ വൈവിധ്യങ്ങൾ കൊണ്ട് അവർ അതിഥികളെ ഊട്ടുന്നു. കല്യാണങ്ങളും വലിയ ആഘോഷങ്ങളാണ്. നവവരനെ തുടർച്ചയായി 40 ദിവസം വിവിധ വിഭവങ്ങൾ നൽകി സൽക്കരിക്കും. നിക്കാഹിന് മുമ്പ് മൈലാഞ്ചിയിടൽ എന്ന ആഘോഷം. പണ്ടൊക്കെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളായിരുന്നു. പണ്ടുള്ള മംഗലം നമ്മളെല്ലാം രാത്രി വ്യാപ്പളം കൂട്ടിക്കൊണ്ടേരം അറിയെ കൂട്ടു അന്ന് തന്നെ പിഞ്ഞ് പോയി പിറ്റേന്ന് വരൂ. എന്ന് വിളിക്കും കാലത്തിലാവ് ഇന്നാണ് മാരന്റെ കരളിൽ കല്യാണപ്പാട്ട് പാടാൻ പ്രത്യേകം പാട്ടുകാർ ഉണ്ടായിരുന്നു പണ്ട്. കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ 40 ദിവസവും പുതിയാപ്ലയെ സൽക്കരിച്ചു കൊണ്ടുവരണം. ആദ്യകാലത്ത് കല്യാണം എന്ന് പറഞ്ഞാൽ പ്യാപ്പിളിനെ തേടിപ്പോവും. പ്യാപ്പിള വന്ന് അറയിൽ കൂട്ടി അന്നേരം തന്നെ പോവും. പെണ്ണൊന്നും പോകില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ പെണ്ണൊക്കെ തന്നെ പോകുന്നു കൂട്ടാൻ വരും. അന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകും. കേയി കുടുംബങ്ങളുടെ വ്യാപാര ബന്ധങ്ങൾ കടൽ കടന്ന് ഏഷ്യൻ രാജ്യങ്ങളിലും മധ്യ പൗരസ്ത്യ നാടുകളിലും യൂറോപ്പിലും എത്തിയിരുന്നു. വലിയപുര താവഴിയിലെ മായൻകുട്ടി കേയി മക്കയിൽ കേയി റുബാത്ത് എന്ന മന്ദിരം പണിതു. വ്യാപാരത്തിൽ നിന്നും ക്രമേണ ഭൂവുടമകളായി മാറിയതിനു ശേഷമാണ് കേയി വംശത്തിന്റെ ശൈഥില്യം തുടങ്ങുന്നത്. മരുമക്കത്തായ പാരമ്പര്യത്തിൽ തറവാട് ഭരിച്ച കാരണവന്മാർ ആ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. ഏറ്റവും പ്രധാനമായ ഒരു ബിസിനസ് ഗ്രൂപ്പ് എന്ന നിലയിലാണ് തലശ്ശേരിയിൽ വളർന്നു വന്നിട്ടുള്ളത്. രാജ്യാന്തരീയ വാണിജ്യത്തിൽ വളരെയധികം സംഭാവന ചെയ്തിട്ടുള്ള ഒരു കുടുംബമാണ് കേയി കുടുംബം. ഇപ്പോൾ ലണ്ടനിലും മറ്റുമുള്ള ഇത്തരത്തിലുള്ള വാണിജ്യ കുടുംബങ്ങളാണ് പിന്നീട് ഇന്നത്തെ മൾട്ടിനാഷണൽ കമ്പനികളുടെ ആരംഭം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ കേയിമാർക്ക് വളർന്നു വരുവാൻ കഴിഞ്ഞില്ല. കേയി സമൂഹത്തെക്കുറിച്ചുള്ള ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഞങ്ങളോടൊപ്പം നിന്ന തലശ്ശേരിയിലെ ബാബു കേയിയെ ഇവിടെ ഓർക്കേണ്ടിയിരിക്കുന്നു. തലശ്ശേരിയിലെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്ന ബാബു കേയി ഏതാനും ദിവസം മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞു. കേയി കുടുംബങ്ങളിലെ കല്യാണം, ആചാരങ്ങൾ, ഭക്ഷണരീതി എന്നിങ്ങനെയുള്ള വിശേഷങ്ങളെക്കുറിച്ച് ബാബു കേയി സംസാരിച്ചിരുന്നു. എൻ്റെ വളരെ ചെറുപ്പത്തിൽ എനിക്കൊരു 10 വയസ്സുള്ള സമയത്തുള്ള വളരെ പഴയ ആചാരങ്ങൾ തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ രാത്രികാലങ്ങളിലാണ് കല്യാണം ഉണ്ടാകുക. പിന്നെ അതുമാത്രമല്ല, അതൊരു പുതുമയായിരുന്ന ഒരു കല്യാണമായിരുന്നു. കൈമുട്ടിപ്പാട്ടും പിന്നെ മറ്റുള്ള ദപ്പുകളിയും ഇതൊക്കെ ആയിട്ടാണ് അവർ ഈ പുതിയാപ്പിളിനെ തേടാൻ പോവുക. പുതിയാപ്പിളിനെ തേടി വരുന്നേരം അതേപോലെ തന്നെ ഇതന്നെ അത് വന്ന് ഭാര്യ വീട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷം ഈ മരുന്നുപൊടിയൊക്കെ പൊട്ടിയിട്ട് അതൊരു നല്ലൊരു ഘോഷമായിട്ടുള്ള ഒരു 10-35 കൊല്ലം മുമ്പേ വരെ ഞാൻ ഉണ്ട്. പക്ഷെ അതിന് ശേഷമാണ് മറ്റേ കുറേയൊക്കെ അത് പിൻവലിച്ചു പോയത്. അകാലത്തിൽ വിടവാങ്ങിയ ബാബു കേയിയെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ അപൂർണമായ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു.